പ്രകാശ് കെന്നഡിയുടെ വീട്ടിൽ കയറി പരിശോധിക്കുമെങ്കിലും കൊല്ലപ്പെട്ട പെൺകുട്ടികളുമായി ബന്ധപ്പെട്ട യാതൊരു തെളിവും അവിടെ നിന്നും കിട്ടില്ല. പരിശോധിക്കാൻ എടുത്ത സാധനങ്ങൾ അതാത് സ്ഥാനത്ത് വെച്ചുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ ലോകനാഥൻ വിളിച്ച് കെന്നഡി തിരിച്ച് വീട്ടിലേക്ക് വരുന്ന കാര്യം അറിയിക്കും. കഴിയുന്നത്രയും വേഗം സാധനങ്ങളെല്ലാം അടുക്കി വെച്ചതിന് ശേഷം അവിടെ നിന്ന് രക്ഷപ്പെടാനൊരുങ്ങുമ്പോൾ പൂട്ടിയിട്ട നിലയിൽ ഒരു റൂം കൂടെ ഉള്ളതായി പ്രകാശ് ശ്രദ്ധിക്കും. അപ്പോൾ തന്നെ കെന്നഡി വാതിൽ തുറന്ന് വീടിനുള്ളിലേക്ക് കയറി കഴിഞ്ഞിരുന്നു. എന്നിരുന്നാലും പ്രകാശ് അതിവിദഗ്ധമായി അയാൾ കാണാതെ അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടി മതില് ചാടി തൊട്ടപ്പുറത്തുള്ള വാടക വീട്ടിലെത്തും. കെന്നഡിയുടെ വീട്ടിൽ നിന്നും ഒന്നും കിട്ടിയില്ല എന്ന് പ്രകാശ് ലോകനാഥനെ അറിയിക്കും. അടുത്ത ദിവസം പുഴക്കരയിൽ നിന്നും മറ്റൊരു പെൺകുട്ടിയെ കഴുത്ത് പിന്നിലേക്ക് വലിച്ച് കൈ കാലിനോട് കൂട്ടിക്കെട്ടി കൊലപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ള വാർത്ത അറിഞ്ഞ് പ്രകാശും SP-യും സ്പോട്ടിലെത്തും. ACP രാംകുമാറിന്റെ നേതൃത്വത്തിൽ കൊലയാളിയെ പിടിച്ചു എന്നും അവന്റെ കയ്യിൽ നിന്നും കൊല്ലപ്പെട്ട പെൺകുട്ടിയുടെ ഓർണമെന്റ്സ് കിട്ടിയെന്നും ഇൻക്വസ്റ്റ് നടത്തിക്കൊണ്ടിരുന്ന പോലീസ് ഉദ്യോഗസ്ഥൻ ലോകനാഥനോട് പറയും. ഇത് കേട്ട പ്രകാശ് പറഞ്ഞു, നമ്മൾ അന്വേഷിക്കുന്ന കൊലപാതക ശേഷം ബോഡി ഉപേക്ഷിച്ച് പോയി കഴിഞ്ഞിട്ടാവണം ഇവൻ ആ ബോഡിയിൽ നിന്നും ഓർണമെന്റ്സ് മോഷ്ടിച്ചിട്ടുണ്ടാവുക. രാംകുമാർ പിടികൂടിയ പ്രതി ഇതുവരെയുള്ള എല്ലാ കൊലപാതകവും താൻ ചെയ്തതായി സമ്മതിച്ചു എന്നും അതിനാൽ ഈ കേസ് അന്വേഷണം മതിയാക്കി നമ്മളോട് തിരിച്ച് ചെന്നൈക്ക് ചെല്ലാൻ ഓർഡർ വന്നിട്ടുണ്ടെന്ന് വീണ SP അറിയിക്കും. അടുത്ത 2 ദിവസത്തിനുള്ളിൽ തന്നെ പോലീസ് കസ്റ്റഡിയിൽ വെച്ച് സീരിയൽ കില്ലർ എന്ന് പറഞ്ഞ് പിടിച്ച പ്രതി ആത്മഹത്യ ചെയ്തു. കേസ് അന്വേഷണം മതിയാക്കി ചെന്നൈക്ക് മടങ്ങിപ്പോകാൻ ഒരുങ്ങിയ പ്രകാശ് ലോകനാഥനോട് പറഞ്ഞു, നമ്മൾ അന്വേഷണം ഇവിടെ വിട്ടിട്ട് പോയാൽ ഇനിയും കെന്നഡി കൊലപാതകം തുടർന്നുകൊണ്ടിരിക്കും. ഇത് കേട്ട ലോകനാഥൻ പറഞ്ഞു, നീ മാത്രമേ തിരിച്ച് ചെന്നൈക്ക് പോകുന്നുള്ളൂ, ഞാൻ ഇവിടെ തന്നെ ഉണ്ടാകും. ഉറപ്പായും കെന്നഡിയെ തെളിവോടുകൂടി തന്നെ പിടിക്കും. തന്റെ ജോലി പോയാലും കുഴപ്പമില്ല, തനിക്കും ഈ ടീമിൽ തന്നെ തുടരണമെന്ന് പ്രകാശ് ലോകനാഥനെ അറിയിച്ചപ്പോൾ ലോകനാഥൻ സമ്മതിക്കും.